ഈ വീടും വസ്തുക്കളൊക്കെ എനിക്ക് തന്നത് ആരാ മൂർത്തി? രണ്ടുപേരുണ്ട് മേഡം. ആ കൃഷ്ണ, ശാന്തി. കാര്യം മനസ്സിലായോടി? അന്ന് നീയും നിന്റെ അമ്മയും കൂടി ഒപ്പിട്ട് തന്ന മുദ്രപത്രം ഇല്ലേ? വാ അമ്മേ, നമ്മള് നമ്മുടെ വീട്ടിലേക്ക് എന്നെ പോകുന്നേ. വാ. നിങ്ങൾ ആരാ? ഞങ്ങൾ ആരാണെന്ന് മൂർത്തിയങ്കിളിന് അറിയില്ലേ? ഇതെന്താ? ഭിക്ഷയ്ക്ക് ആരെങ്കിലും വന്നാലേ ഇത് കൊടുക്കണമെന്നാ സത്യവതി മാഡം പറഞ്ഞിരിക്കുന്നത്. ഈ വീട് ഏതാണെന്നറിയോ? എന്റെ അച്ഛന്റെയാ. ഈ വീട്ടിൽ അങ്ങനെ ആരും ഇല്ലല്ലോ. നിങ്ങൾക്ക് പോകാം. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നേ? നിങ്ങളെന്താ ആളെ പൊട്ടം കളിപ്പിക്ക? ഇത്രയും കാലം ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത് നിങ്ങൾ മറന്നുപോയോ? നോക്ക്, ഉമ്മർത്തൊന്ന് ബഹളം വയ്ക്കുന്നതൊന്നും അകത്തുള്ള മാഡത്തിന് ഇഷ്ടമല്ല. എവിടെ നിങ്ങളുടെ മാഡം? എനിക്കൊന്ന് കാണണല്ലോ. എന്താ മൂർത്തി അവിടെ? എന്തോ സഹായം ചോദിച്ചു വന്നവരാ മാഡം. എന്തെങ്കിലും കൊടുത്തു പറഞ്ഞയക്ക്. ഞാൻ കൊടുത്താ മാഡം, പക്ഷെ പോകുന്നില്ല. അങ്ങനെ പോവാത്തവരാണെങ്കിലേ അടിച്ചു പുറത്താക്ക്. പറഞ്ഞു കേട്ടല്ലോ, മര്യാദക്ക് പുറത്തിറങ്ങ്. മാറി നിക്കടോ അങ്ങോട്ട്. താൻ ആരാ എന്റെ വീട്ടിൽ എന്റെ വഴി തടയാൻ? അമ്മ വന്നേ. ആരാ? എന്താ മൂർത്തി, പിച്ച തണ്ടാൻ വരുന്നവരെ എന്റെ മുന്നിലേക്ക് വരുത്തരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പിന്നെ ഇവരെങ്ങനെ അതിക്രമിച്ച് അകത്ത് കയറി? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്നെ എന്റെ അമ്മയെ അറിയില്ല എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നാ ചോദിച്ചത്. മാഡം എന്താ ഇങ്ങനെ പെരുമാറുന്നത്? ആരെയും തിരിച്ചറിയാത്ത പോലെ. ഈ വീടിനകത്ത് നിൽക്കാൻ അർഹതയില്ലാത്തവരോട് പുറത്തു പോകാൻ പറ മൂർത്തി. അതെ, ഈ വീട് എന്റെയാ. അച്ഛൻ എന്റെ പേരിൽ എഴുതി വെച്ചത്. മൂർത്തി, ആധാരങ്ങെടുത്ത്. മൂർത്തി, ആധാർ അനുസരിച്ച് ഈ വീടും ഇതിനു ചുറ്റുമുള്ള വസ്തുവകകളും ആരുടേതാ? സത്യവതി മാഡത്തിന്റെ. കള്ളാണ്. ഈ വീടും വസ്തുക്കളൊക്കെ എനിക്ക് തന്നത് ആരാ മൂർത്തി? രണ്ടുപേരുണ്ട് മാഡം. കൃഷ്ണ, ശാന്തി. കാര്യം മനസ്സിലായോടി? അന്ന് നീയും നിന്റെ അമ്മയും കൂടി ഒപ്പിട്ട് തന്ന മുദ്രപത്രം ഇല്ലേ? ഇതിലെ കൃത്യമായ വാചകങ്ങൾ കൂട്ടിച്ചേർത്ത് നീയും നിന്റെ അമ്മയും കൂടി ഈ കാണുന്ന സകലമാന സ്വത്തുക്കളും ഇഷ്ടദാനമായി എഴുതി തന്നൂന്ന് ഞാനൊരു പ്രമാണം ഉണ്ടാക്കി. എന്നിട്ട് രജിസ്റ്റർ ചെയ്തു. ആ രജിസ്ട്രേഷൻ അനുസരിച്ച് എന്റെ അനിയൻ കുഞ്ഞിന്റെ മുഴുവൻ സമ്പാദ്യവും ഇപ്പൊ എന്റെ പേരില. ഈ സത്യവതിയുടെ പേരിൽ. അച്ഛനെ നിങ്ങളെ ചതിച്ചതാ. ഇപ്പതേ ഞങ്ങളെ ചതിച്ചു. ഏറ്റവും ആദ്യം നിങ്ങൾ രണ്ടുപേരെയും തിരിച്ചറിഞ്ഞതേ ഗോപാലമാമന.
ഗോപാലമ്മരെ കാണാത്തതിന്റെ പിറകിലും നിങ്ങൾ തന്നെയാ. എന്റെ ബാഗിൽ പണം വെച്ച് എന്നെ കള്ളിയാക്കിയത് നിങ്ങളല്ലേ? ഞങ്ങളെ ചതിച്ച് ഇവിടുന്ന് ഇറക്കി വിടാനുള്ള അടവായിരുന്നല്ലേ? ആണെങ്കി നീയൊക്കെ എന്താടി ചെയ്യാ? ഒരു സുപ്രഭാതത്തിൽ നീയും ഇവളും കൂടെ ഇതിനകത്തേക്ക് വന്നു കയറുക, അനിയൻ കുഞ്ഞിന്റെ മകളാണെന്ന് സ്ഥാപിക്കുക, എന്നിട്ട് എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ സകല സമ്പത്തും അവൻ നിന്റെ പേരിൽ എഴുതി വെക്കുക. അപ്പൊ ഞാൻ ആരാടി? ഒരു കാഴ്ചക്കാരിയോ? അതോ നിനക്കും നിന്റെ തൊള്ളക്കും പാദസേവ ചെയ്യേണ്ടവളോ? ഇനി നിനക്ക് സംശയമൊന്നും വേണ്ട, ചതിച്ചത് തന്നെയാ. എന്റെ അനിയനെ ചതിച്ചതും ഈ നിൽക്കുന്ന നിന്റെ അമ്മയെ ചതിച്ചതും പുറത്താക്കിയതും വ്യക്തമായ ഉദ്ദേശത്തോട് തന്നെയായിരുന്നു. നീ ഉദ്ദേശിക്കുന്ന പോലെ അനിയൻ കുഞ്ഞിന് പുറത്തു വരാനേ പോകുന്നില്ല. അവൻ ഈ സമ്പാദിച്ചു കൂട്ടിയതെല്ലാം സത്യവതി അനുഭവിക്കും, സത്യവതി ആസ്വദിക്കും. എങ്ങനെയാ മാഡം നിങ്ങൾക്ക് ഇതൊക്കെ പറ്റുന്നേ? സ്വന്തം കൂടപ്പിറപ്പിനെ ചതിച്ചിട്ട് നിങ്ങൾ ഈ നേടുന്നതൊക്കെ ശാശ്വതമായിരിക്കോ? സമ്പത്തിന് അങ്ങനെ ശാപങ്ങളൊന്നും ഇല്ല എന്റെ ശാന്തി. പണവും അധികാരവും കയ്യിൽ വന്നാലേ ആ പണവും അധികാരവും തീരുമാനിക്കും ആരൊക്കെ ഏതൊക്കെ നിലയിൽ കഴിയണോന്ന്. ഇപ്പൊ നീയൊക്കെ ഈ ചവിട്ടി നിൽക്കുന്നതേ സത്യവതിയുടെ സാമ്രാജ്യത്തിലാ. ഇനി നിനക്കൊന്നും പറയാനില്ല, അതുകൊണ്ട് ഇറങ്ങടി രണ്ടുപേരും. എന്താ നിങ്ങളുടെ ധൈര്യത്തിന്റെ അടിസ്ഥാനം? അച്ഛനൊരിക്കലും പുറത്തു വരില്ല എന്നല്ലേ? എങ്കിൽ കേട്ടോ, എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എന്റെ അച്ഛനെ ഞാൻ പുറത്തിറക്കും. പുറത്തിറങ്ങിയാലേ അച്ഛൻ ആദ്യം ഈ വീട്ടിൽ വരും, നിങ്ങളുടെ മുന്നിലെത്തും. അന്നേ നിങ്ങൾ ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരും. അതങ്ങനെയൊക്കെ സംഭവിച്ച് കഴിയുമ്പോഴല്ലേ മോളെ. തൽക്കാലം നീ നിന്റെ അമ്മയെ വിളിച്ച് പുറത്തിറങ്ങ്. പിടിച്ചു പുറത്ത് തള്ളടോ മൂർത്തി. വേണ്ട, ഞങ്ങൾ ഇറങ്ങുക. സ്വന്തം കൂടപ്പിറപ്പിനെ ചതിക്കാൻ മടിയില്ലാത്ത നിങ്ങളോടെ അല്പനേരം സംസാരിക്കുന്നത് പോലും ഞങ്ങൾക്ക് കളങ്ക. തിരിച്ചു വരുന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ പോകുന്നത്. എന്റെ അച്ഛനോടൊപ്പം ഞാൻ തിരിച്ചു വന്നിരിക്കും, ചെയ്തതിനൊക്കെ പകരം ചോദിച്ചിരിക്കും. പോവാമേ, നടക്ക്. പെങ്കൊച്ച് നല്ല ചൂടിലാണല്ലോ മാഡം. അവള് പൊട്ടി തെറിക്കട്ടോ മൂർത്തി. എന്റെ അനിയന്റെ ചോരയല്ലേ, പക്ഷെ അവളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ചാകാതിരിക്കാൻ അവൾ ഒരുപാട് പാടുപെടേണ്ടി വരും.